നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ ആൻറ്റീനെ വീട്ടിലെ റിസപ്ഷൻ്റെ കഥ ഇതുവരെ ഇവള് വിട്ടില്ലേന്ന്. അതവിടെ വിട്ട് കേസ്, അത് കഴിഞ്ഞ്. പക്ഷേ അതിൻ്റെ ബാക്കി ഒരു കഥ പറയാൻ എന്നോട് വിട്ടുപോയി. അതാണ് ഞാനിപ്പോൾ പറയണത് കേട്ടോ. റിസപ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ശ്രീകുട്ടീനെ ഇവിടെ കാറിലൊക്കെ വന്ന് ഇവിടെ ഇറങ്ങി കഥയും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. കാരണം കഥ പറഞ്ഞില്ല ശരിയാവില്ല, ഞങ്ങൾ ഒറ്റയ്ക്കാണേ നടക്കുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് കയറിയ പാട് നമ്മൾ കണ്ടത് ആരെയെന്നറിയോ, നമ്മുടെ ആമിക്കുട്ടീനെ. അപ്പൂൻ്റെ കൂടെ തൃശ്ശൂർ പോയ ആമീനെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പു എത്തിയിട്ടുണ്ട് എന്നിട്ടാ. അപ്പോൾ അവൻ്റെ അടുത്ത് ഞങ്ങൾ ഓരോരോ കഥ പറയായിരുന്നു, അവിടുത്തെ റിസപ്ഷൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അവിടേക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, രാത്രി ആയിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ. അങ്ങനെ കുറച്ച് നേരത്തെ കത്തിയടിക്ക് ശേഷം അപ്പു പറഞ്ഞു ഞാനൊന്ന് പോയി മേലൊരുക്കി വരാടി എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മേലെഴുകാതെ തന്നെ ചെക്കനുണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നു കേട്ടോ. അവനെ ഇറങ്ങിയതിൻ്റെ പിന്നാലെ തന്നെ ബാക്കിലൊരു നിഴൽ വരുന്ന കണ്ട് എൻ്റെ എല്ലാ കിളിയും പറയും. പക്ഷെ അത് ഇവളായിരുന്നു, ആര്യായിരുന്നു. ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയിട്ടാ. ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ട് സൗണ്ട് വരാതിരിക്കുന്ന സിനിമയിലൊക്കെ കണ്ടുള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ ശരിക്കും അറിഞ്ഞു അപ്പു എന്ന് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ആര്യ വരുന്ന കാര്യം ഞങ്ങളടുത്ത് ആരടുത്തും പറഞ്ഞിട്ടായിരുന്നില്ല. അവളെ കണ്ടപാട് ഇതാ തുമ്പമ്മ വേഗം മേല് കയറിയിട്ടാ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരം അവൾ അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ എൻ്റെ കാറ്റ് പോയേനെ. കാരണം എനിക്ക് അപ്പു അടുത്തുണ്ട്, എന്നിട്ടും എനിക്ക് വിളിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ അങ്ങനെ ഒരാളില്ലല്ലോ. അപ്പം നിഴലാരുതാന്നുള്ളൊരു പേടി ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തായാലും അവളെ കണ്ടതോടുകൂടി തുമ്പമ്മ ഹാപ്പിയായി. അമ്മയും അപ്പും കൂടെ അപ്പൂൻ്റെ ഫ്രണ്ടിൻ്റെ റിസപ്ഷനും കൂടെ പോകാൻ വേണ്ടി നിൽക്കായിരുന്നേ. തുമ്പി പോകാൻ റെഡിയായി നിന്ന കുട്ടിയാണ്. പക്ഷേ ആര്യനെ കണ്ടപ്പോൾ പിന്നെ തുമ്പിക്ക് ഒരു റിസപ്ഷനും വേണ്ട, ഒന്നും വേണ്ട, അവളിനി എങ്ങോട്ടും ഇല്ല. അങ്ങനെ അല്ലുട്ടനും അപ്പും അമ്മയും കൂടെ പോയിട്ടോ. ഈ പോക്കിൽ പോയി തിരിച്ചു വരുന്ന സമയത്താണ് അല്ലുട്ടൻ സൈലൻസറിൻ്റെ ചൂട് നോക്കാനൊന്ന് കൈ വെച്ച് നോക്കിയപ്പോൾ കൈ പൊള്ളിയതിട്ടോ. ആ കഥയാണ് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ ആര്യ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ വീഡിയോസ് സ്റ്റോറീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വഴി അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ഞാൻ പേടിച്ചൊരു കഥ, അത് നിങ്ങൾ അറിയണ്ടേ. ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ അറിയുമല്ലോ, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമ്മളെല്ലാവരും ഒരുമിച്ചുള്ള വീഡിയോസൊക്കെ ഇനി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് ഇനി വീഡിയോ ഇടാനുള്ള ഊർജ്ജം. ഓക്കെ, ബൈ ഗൈസ്.